മെലാക്കി ക്ലൗഡ് പ്രസൻസ് ജയ ഷോ സീസൺ 2 പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ രണ്ട് അതിഥികളുണ്ട്. ഇവർ ന്യൂജേഴ്സിയിൽ നിന്ന് കലയെ സ്നേഹിക്കുന്ന രണ്ടുപേരാണ്. കല സ്നേഹിക്കുക മാത്രമല്ല, അത് പ്രോത്സാഹിപ്പിക്കാനും അത് വെച്ചൊരു ഉത്സവം ഉണ്ടാക്കുന്ന രണ്ടുപേരാണ്. നമുക്ക് വെൽക്കം ചെയ്യാം രാജൻ ചീരൻ ആൻഡ് ഷിറാസ് യൂസഫ് ഫോർ മിത്രാസ് ഫെസ്റ്റിവൽ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോണു. നമ്മളിങ്ങനെ പുതിയ എന്താ പറയാ ജൂൺ 8 നടക്കുന്ന പ്രോഗ്രാമിന്റെ പ്രിപ്പറേഷൻസിലാണ്. ഒരുക്കങ്ങളൊക്കെ നന്നായിട്ട് പോണു. ഇപ്പൊ ജൂൺ 8 വളരെ അടുത്ത് വരാറായില്ലേ. നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഡാൻസേഴ്സിന്റെ ക്യാമ്പ്, സ്കിറ്റിന്റെ ക്യാമ്പ്, അതുപോലെ സിംഗേഴ്സിന്റെ ക്യാമ്പ് 3 സ്ഥലത്തായിട്ട് നടക്കണു. അതുകൂടാതെ ജൂനിയർ കിഡ്സിന്റെ, ടീനേജേഴ്സിന്റെ, അങ്ങനെ ഓരോ ഏരിയയിലും അവരെല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 217 ആർട്ടിസ്റ്റുകൾ സ്റ്റേജിലുണ്ട്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലുത് 130-140 ആയിരുന്നു. ഈ വർഷം കൂടുതലുണ്ട്. ഈ വർഷത്തെ തീം കന്യാകുമാരി കാശ്മീർ എന്നാണ്. ഒരു ട്രാവലോഗാണ്. അതായത് നമ്മൾ കേരളം മുതൽ കന്യാകുമാരി വഴിയല്ല, കേരളം മുതൽ കാശ്മീർ വരെയുള്ള ഒരു യാത്ര. ആ യാത്ര അതെ, എല്ലാ ലാംഗ്വേജസും, ഒരുവിധം ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജുകളും ഇത്തവണ സ്റ്റേജിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കൾച്ചറൽ ഡിവേഴ്സിറ്റി ഇന്ത്യയുടെ എന്താണെന്നുള്ളത് കാണിക്കാൻ ഒരു ശ്രമം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം നന്നായി വരുന്നു വിചാരിക്കുന്നു കേട്ടോ. മിത്രാസിന് അങ്ങനെ ഗസ്റ്റ് ഇല്ല. മിത്രാസിന് ഒരിക്കലും അങ്ങനെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളില്ല. കാരണം നമ്മൾ ഇവിടെ ചെയ്യണത് ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്, നോർത്ത് അമേരിക്കയിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആരുമില്ല. എന്നാലും എല്ലാ വർഷത്തെയും പോലെ നമ്മുടെ കൂടെ ഇത്തവണ ഫ്രാങ്കോ ഉണ്ടാവും, പ്ലേബാക്ക് സിംഗർ ഉണ്ട്, നീരവ് ബവ്ലേജ് ബോംബെ നിന്ന് ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ മാന്യ ഡെഫിനറ്റ്ലി അവരൊക്കെ നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഗസ്റ്റ് എന്നൊന്നും അതെ. അതുപോലെ സുവർണ ഫ്രം ഫിലഡൽഫിയ സുവർണ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒക്കെ അപ്പുറത്ത് ഇത്തവണ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കാനഡയിൽ നിന്ന് ഒരു ടീം വരുന്നുണ്ട്, കാലിഫോർണിയയിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ ഷിക്കാഗോയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പ്ലസ് ആണ്, ഒരു ആഡഡ് വാല്യൂ ആണ്. എല്ലാവരും ഇങ്ങനെ കേട്ടറിഞ്ഞും പ്രോഗ്രാമിനെ കുറിച്ച് അതിനൊക്കെ ഇതിലിങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതിൽ കുറച്ച് ആൾക്കാരും നമുക്ക് പറ്റാവുന്ന, ഓഫ് കോഴ്സ് നമുക്ക് ലോക്കലി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെൻസിൽവാനിയ, കണക്ടിക്കട്ട്, ന്യൂജേഴ്സി, ന്യൂയോർക്ക്, അവിടെ നിന്നുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാത്തിനും വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. ഞാനാണോ? ഞാനാണോ? രണ്ടാളല്ലേ, നിങ്ങൾ എല്ലാരും ഉൾക്കൊണ്ടിട്ടുള്ള നിങ്ങൾ കാണികളാണ് ഞങ്ങളുടെ ഗസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിലാണ്. ഇപ്പൊ ഷിറാസ് പറഞ്ഞ കാര്യത്തിൽ ഒരു ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. കാരണം മിത്രാസ് ഫെസ്റ്റിവല് ഇതിപ്പോ 10th ഇയർ ആണ്, 10ാമത്തെ വർഷമാണ് മിത്രാസ് തുടങ്ങിയിട്ട്. 2014 നമ്മൾ തുടങ്ങിയത്. ഇപ്പൊ 24 10 വർഷം ആവണം. ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ വരുന്ന ഓഡിയൻസിൽ നിന്ന് ഒരാളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ആരുമില്ല. അവിടെ വരുന്ന എല്ലാവരും അന്ന് ടിക്കറ്റ് എടുത്ത് വന്ന് കാണാൻ വന്ന എല്ലാവരും ഒരു ബൗളിൽ അവരുടെ പേര് എഴുതിയിടും. ആ ബൗളിൽ നിന്ന് നമ്മൾ നറുക്കെട്ടെടുക്കുന്ന ആരുടെയാണോ പേര് വരുന്നത് അവരായിരിക്കും മിത്രാസ് ഫെസ്റ്റിവൽ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും വന്ന് പങ്കെടുക്കുക. അതെ, അപ്പൊ മറക്കാതെ വരും, എല്ലാവരും വരണം. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പേര് എഴുതിയിടാൻ മറക്കരുത്. കാരണം അതിനകത്താണ് ആരാണ് മിത്രാസ് ഫെസ്റ്റിവൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അറിയുന്നത്. എന്തായാലും എല്ലാവരും വരിക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഞാനാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ഈ തവണ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പറയും. ഓക്കെ, ഞാനല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ലേ? അപ്പം അവര് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പൊ അവരാണ് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹമുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം. അവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 ക്വസ്റ്റ്യൻ ആക്ച്വലി ഉണ്ട്. അപ്പൊ നമുക്ക് പോസ്റ്റ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടിട്ട്. ഹായ് രാജൻചേട്ടൻ ആൻഡ് ഷിറാസ്. നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 8-9 വർഷം, 10 വർഷത്തിൻ്റെ അടുത്താവാറായി. എൻ്റെ മനസ്സിൽ ഞാൻ രാജൻ ചേട്ടൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ സത്യസന്ധമായും എൻ്റെ ഒരു സ്വന്തം ചേട്ടൻ്റെ പോലെ, ഷിറാസിനെ ഷിറാസ് എന്ന് വിളിക്കുമ്പോഴും എൻ്റെ മനസ്സിലൊരു അനുജൻ്റെ ചിത്രമാണ് മനസ്സിലുള്ളത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ എന്താ പറയുക, ഞാൻ
കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടു കൂടി കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ തുടക്കകാലത്ത് നമ്മുടെ മിത്രാസ് ഫെസ്റ്റിവലിൻ്റെ ഒരു ആരംഭകാലത്ത് ആദ്യത്തെ മിത്രാസ് മുതൽ ഞാനുണ്ട്. ഇപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ക്രിട്ടിക്കൽ സിറ്റുവേഷനുകൾ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിക്കും, ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് സൗണ്ട് സിസ്റ്റം ഇല്ല എന്നുള്ളത് 1 മണിക്കൂർ മുമ്പൊക്കെ ആവും പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ നമ്മളിത് അറിഞ്ഞിട്ട് ഞങ്ങളിത് ഹാൻഡിൽ ചെയ്യുന്ന രീതി വളരെ പോസിറ്റീവായിട്ടും വളരെ റിലാക്സ്ഡായിട്ടും ഈ കുറേ കാര്യങ്ങൾ എനിക്കങ്ങനെ നിങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അതാണ് ഒരു ചോദ്യം. അപ്പം ഫ്രാങ്കോ ആണ് നിങ്ങൾ തുടക്കം മുതലേ കൂടെ ഉണ്ട്. അപ്പം ക്വസ്റ്റ്യൻ കേട്ടല്ലോ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, കാരണം ഈ ഒരു ചെറിയൊരു ഷോ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് തന്നെ ഒരാഴ്ച പ്രിപ്പറേഷൻ കാര്യങ്ങൾ, അപ്പം ഇത്രയും വലിയ ആൾക്കാരെ വെച്ച്, ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ച്, ഇതിന്റെ ആൾക്കാരെ വെച്ച് ചെയ്യുന്ന പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതെങ്ങനെയാ? അപ്പോൾ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫ്രാങ്കോ. ഫ്രാങ്കോ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റ് ആണ്. ഞാൻ എൻ്റെ മിത്രാസിന്റെ സൈഡല്ല പറഞ്ഞത്. ഞങ്ങളൊരു വളരെ എന്താ പറയുക, ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. ഞാൻ എൻ്റെ സ്വന്തം അനിയനെ, അതായത് ഷിറാസിനെയൊക്കെ ചീത്ത പറയുന്നത് എങ്ങനെയാണോ അതുപോലെ ഞാൻ വഴക്ക് പറയുന്നതും ഉപദേശിക്കുന്നതും, അല്ലെങ്കിൽ അത്തരം ഞങ്ങൾ ഫ്രാങ്കോ ആയിട്ട് മാത്രമല്ല, ഫ്രാങ്കോന്റെ വൈഫും മക്കളും ഒക്കെ ആയിട്ട് നല്ല ഫാമിലി റിലേഷനിലുള്ള ആൾക്കാരാണ്. 2014 ആദ്യത്തെ മിത്രാസ് തുടങ്ങി ഫ്രാങ്കോ ഞങ്ങളുടെ കൂടെയുണ്ട്. അതൊക്കെ ശരിയാണ്. പിന്നെ ഫ്രാങ്കോ ചോദിച്ച ചോദ്യം, നമ്മളങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല അല്ലേ. ഇപ്പൊ ഫ്രാങ്കോ സൂചിപ്പിച്ച സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നി 2015 ഞങ്ങൾ കീൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് 2ാമത് മിത്രാസ് ഫെസ്റ്റിവൽ. അപ്പൊ ആദ്യത്തെ മിത്രാസ് ഫെസ്റ്റിവൽ നന്നായി പോയി. 2ാമത് എന്തായാലും ആൾക്കാർ നോക്കും, എപ്പോഴും അങ്ങനെയാണല്ലോ. ആദ്യത്തെ നന്നാവും, 2ാമത്തെ എങ്ങനെയുണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നത്. അപ്പൊ 2ാമത്തെ മിത്രാസ്, ഞാനിത് പുറത്ത് പറഞ്ഞിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പറയണേ. ഇതിനുള്ള ഫ്രാങ്കോ വീട്ടിലുണ്ടായിരുന്നു, അതിനുള്ള മരുന്ന് ഞാൻ ഫ്രാങ്കോ തന്നെ കാണുമ്പോൾ തരുന്നത്. നമ്മളതിനെ പുറത്ത് പറയാൻ അങ്ങനെ അതിന്റെ ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ചോദിച്ച സ്ഥിതിക്ക് പറയാം. ഈവൻ അന്ന് പ്രോഗ്രാമിന്റെ അന്ന് രാവിലെ അറിയാലോ, നമുക്ക് ഒരു ഷോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ലിഷ് ചെയ്തിട്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിന്റെ തലേദിവസം രാത്രി മുതലേ നമുക്ക് അന്ന് രാവിലെ അന്ന് പ്രോഗ്രാം നടക്കണവരും ഒരുപാട് വിഷസ് വരും. അന്ന് വാട്സാപ്പ് അല്ല, എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് മെസ്സേജ് കുറേ വിഷസ് വരും. ഓൾ ദി ബെസ്റ്റ് എന്നൊരു പ്രോഗ്രാം നന്നായി പോട്ടെ, അപ്പൊ ഞങ്ങളുടെ പ്രയേഴ്സ് എന്നൊക്കെ വന്നു. അപ്പൊ നമുക്കത് മുഴുവൻ വായിക്കാനുള്ള സമയം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അന്ന് വെളുപ്പിന് ഞാൻ എഴുന്നേറ്റ് ഒരു 6 മണിയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ എഴുന്നേറ്റ്, അപ്പൊ ഫ്രാങ്കോ വീട്ടിലുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ചുമ്മാ ഒന്ന് സ്ക്രോൾ ചെയ്തപ്പം അന്ന് സൗണ്ട് ചെയ്യേണ്ട ആള്, അദ്ദേഹമൊക്കെ നമ്മുടെ വലിയ സുഹൃത്തൊക്കെ കേട്ടോ, അദ്ദേഹത്തെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. പക്ഷെ അന്ന് സൗണ്ട് ചെയ്യുന്ന ആള് എനിക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അതിന്റെ ഇടയിലുണ്ട്, സോറി എനിക്കിന്ന് സൗണ്ട് ചെയ്യാൻ പറ്റില്ല, അന്നത്തെ ദിവസം എനിക്ക് സൗണ്ട് ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻകൺവീനിയൻസ് ഉണ്ട്, അയാൾക്കത് നെക്സ്റ്റ് നാട്ടിൽ പോകണമെന്നോ, അപ്പൊ അതിന്റെ പിന്നെ ഇതൊരു മാമോദീസ എന്തോ അറ്റൻഡ് ചെയ്യാൻ വേണം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു. അപ്പൊ ഞാനിങ്ങനെ മെസ്സേജ് അയച്ചത് വായിച്ചിങ്ങനെ ഇരുന്നു. നമുക്കിനി ഒരു ഫ്യൂ അവേഴ്സ് കഴിഞ്ഞാൽ ഷോ തുടങ്ങുകയാണ്. അപ്പോ 1-2 പേരുകൾ ഇപ്പം എനിക്ക് തോന്നി ഇത് ചോദിച്ച സ്ഥിതിക്ക് 1-2 പേരുകൾ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. അപ്പൊ ഞാനൊക്കെ അന്നിങ്ങനെ, ഞാനും ഷിറാസൊക്കെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ആൾക്കാരെ പരിചയപ്പെട്ട് വരണേ ഉള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഫ്രാങ്കോനെ പോലെ ഒരു സിംഗർ നാട്ടിൽ നിന്ന് ഇതിനു വേണ്ടി വന്നിട്ട് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു സംഭവമാണ്. നമ്മളന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം വിളിക്കുന്നത് എനിക്ക് തോന്നി സുനിലിനെയാണ്, സുനിൽ ട്രൈസ്റ്റാർ. സുനിലിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, സുനിലെ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അപ്പൊ നമുക്കതൊന്ന് സോൾവ് ചെയ്യണം. അപ്പോൾ സുനിൽ പറഞ്ഞ ആദ്യത്തെ റെസ്പോൺസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജൻ നമ്മളിന്ന് ഷോ ചെയ്തിരിക്കും, നോ മാറ്റർ വാട്ട്, സൗണ്ടും ഉണ്ടാവും എല്ലാതും ഉണ്ടാവും, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 1-2 ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ സുനിലിനെ തിരിച്ചു വിളിക്കാൻ തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അന്ന് സഞ്ജു, ഞങ്ങളുടെ ഈവൻ സ്റ്റാർസ്, ഇപ്പോഴത്തെ 10 വർഷം മുന്നേ കൂടെ കൂടിയതാണ് അവരും. അപ്പൊ ഈവൻ സ്റ്റാർസിൽ ഞാൻ അന്ന് സഞ്ജു ഞങ്ങൾക്ക് LED വാളും ഇതൊക്കെ ചെയ്യണേ, സൗണ്ട് ഇല്ല, സൗണ്ട് വേറെ ഒരാൾക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ സഞ്ജുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഞ്ജു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം ഓൾറെഡി അവരുടെ ട്രക്കൊക്കെ ലോഡഡ് ആണ്, അവരുടെ വാനൊക്കെ ലോഡഡ് ആണ്, LED വാളും ബാക്കി ലൈറ്റ്സും ഇതൊക്കെ വെച്ചിട്ട്. അപ്പൊ അവരുടെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അവരുടെ ഗോഡൗൺ ഒരുപാട് ദൂരെയാണ്.
ഓക്കെ. പക്ഷെ അവരും അന്ന് പറഞ്ഞത് രാജൻ ഡോൺ വറി, നമുക്കത് എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോ ഞാൻ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നതിന്റെ കാരണം ഇവരൊക്കെയാണ്. ഞാൻ വിളിക്കുന്ന സുനിൽ, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന ഈ പറഞ്ഞ സഞ്ജു, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ കട്ടയ്ക്ക് നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എന്റെ ഗുരുവും കൂടിയാണ് സുനിൽ. ആദ്യം ഞാൻ തുടങ്ങിയത് പ്രവാസിയിലായിരുന്നു. അതെ, എനിക്കറിയാം. ഞങ്ങളും പ്രവാസിലുണ്ടായിരുന്നു. അപ്പോ എന്റെ കൂടെയുള്ള ഇപ്പൊ ഞാൻ മിത്രാസിൽ പ്രത്യേകിച്ച് ജംസൺ, ശാലിനി, പ്രവീണ, സ്മിത, ശോഭ, പിന്നെ ഡയറക്ടേഴ്സ് അല്ലെങ്കിലും ഞങ്ങൾ കൂടെ അത്രയും ലീഡർഷിപ്പിലുള്ള ജേക്കബ്, അനീഷ്, പിന്നെ ജോർജി, എല്ലാവരും ഇവരെല്ലാവരും, ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇവരൊക്കെ നമുക്ക് 24/7 ആക്സസിബിൾ ആണ്. മനസ്സിലായോ? അതിനകത്ത് ഇപ്പൊ എനിക്കിങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ജംസനോട് പറഞ്ഞു കഴിഞ്ഞാൽ ജംസൺ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിലാക്സ്ഡ് ആയിട്ട് നടക്കുന്നത്. അല്ലാതെ ഭയങ്കര ഒരു ടീം എഫേർട്ട് അല്ലേ. അപ്പൊ അതേപോലെ അവരുടെ കാര്യത്തിലോട്ടോ, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ കൂടെ ഉണ്ട്. അപ്പൊ അതുണ്ട് എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുള്ളപ്പം ഇപ്പം ഇവിടെ ആയാലും ഇപ്പൊ ജയ ഷോ നടത്താൻ ഇവിടുത്തെ ക്രൂ ടീമിന്റെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കത് അത് ഭയങ്കര റിലാക്സ്ഡ് ആണ്. സെയിം തിങ്, അത്രേ ഉള്ളൂ. പിന്നെ ഫ്രാങ്കോ എന്നോട് ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പൊ ഫ്രാങ്കോനോട് ഞാൻ എന്ത് പ്രശ്നം എന്ന്. അത് കഴിഞ്ഞൊരു ഞാനൊരു 1 മണിക്കൂറിനകത്ത് സോൾവ് ചെയ്തിട്ട് ഞാൻ ഫ്രാങ്കോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫ്രാങ്കോ നമ്മുടെ ഇതായിരുന്നു ഇഷ്യൂ, ഫ്രാങ്കോന്റെ ഹാർട്ട് ഞാൻ പറഞ്ഞു, പക്ഷേ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് അല്ലെ, നമ്മൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല, ഒരു കാര്യമില്ല. അപ്പൊ അതേപോലെ ഹാർട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ബാക്കി ഒരു ഹാർട്ടിനെ കുറിച്ചുള്ള ചോദ്യം തന്നെയാണ്. അപ്പൊ ഇതിനുള്ള പ്രൊഫഷനുള്ളൂ. പിന്നെ വേറൊരു കാര്യം, മനുഷ്യന്മാരായിട്ട് കാണാൻ ഉള്ള മാനസിക ഒരു പ്രത്യേക മനസ്ഥിതി. ലൈക്ക് ഫോർ എക്സാമ്പിൾ, അതിൽ ജാതിയോ അല്ലെങ്കിൽ സീനിയോറിറ്റിയോ ഒരാൾക്കും എല്ലാവരോടും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരു മതത്തിൻ്റേതായിട്ടുള്ളതോ ഏജിൻ്റേതായിട്ടുള്ളതോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരോടും എല്ലാവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാവരെയും ഒരേപോലെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സംഗതി ഇതും എന്താ പറയുക, ഞാനും കുറേയൊക്കെ അങ്ങനെയാണ്. എങ്കിലും എനിക്കൊരു ഏജിൻ്റെ ഒരു സമയമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഞങ്ങളിത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. നിങ്ങൾ സത്യസന്ധമായിട്ട് എല്ലാവരുടെ അടുത്തും ഇടപഴകുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ രാജേട്ടനെ ആരാണ് ഇങ്ങനെ ഒരു ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആരാണ് ഉത്തേജനം തന്നത്? എന്താണ് അത് ഷിറാസില്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് ഉത്തരം പറയായിരുന്നു. കാരണം ഇവന് കിട്ടുന്ന ഇടിയൊക്കെ ഷിറാസിന് ഞങ്ങളൊരു എന്താ പറയാ, കക്കയും ക്യാമ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു ഞങ്ങളെ ലൈഫിൽ. അതായത് ഇവൻ പഠിക്കുന്നു, ഞാൻ പഠിക്കുന്നു, അപ്പം എൻ്റെ ഒരു ഗോളുണ്ട്, ഇവനിങ്ങനെ ഡോക്ടർ ആക്കണം, അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ആ ഫ്രിക്ഷൻ ഒക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ര ക്ഷമയുള്ള ആളല്ല. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ്, അതാ ഞാൻ പറയണേ. ഷിറാസ് ഇവിടെ ഇരിക്കുന്നോണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്റെ ക്ഷമ എനിക്ക് പോകുന്നത് വീടിന്റെ ഉള്ളിലാണ്. നമുക്കറിയാലോ, ഞാനിപ്പോ എവിടെ ചെന്നിട്ടും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ വീടിനകത്താകുമ്പോ നമ്മൾ അത്രമേലെ നമ്മളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ അടുത്തും, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം മിത്രാസിൽ വരികയാണെങ്കിൽ ഫ്രാങ്കോന്റെ അടുത്തൊക്കെ, അതുപോലെ നമ്മുടെ ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാനും, അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കാൻ അവർക്കും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇതൊന്നും അവരുടെ പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്, ഒരു സ്നേഹമുണ്ട്. ഫ്രീഡം എന്നല്ല എന്ന് പറയാ, ഒരു സ്നേഹമുണ്ട്. പിന്നെ ജാതി മതമൊന്നും പണ്ട് മുതലേ എൻ്റെ നാട്ടിൽ നിന്നേ ഇല്ല ഞങ്ങൾക്ക്. കാരണം അത് അങ്ങനെയല്ല. ഞങ്ങള് ചെറിയൊരു ഗ്രാമത്തിലാണ് ഞാനും ഷിറാസൊക്കെ വരുന്നത്. അപ്പൊ എൻ്റെ നാട്ടിലെ വീട് അക്കിക്കാവ് എന്ന സ്ഥലത്തിന്റെ പേര്. തൃശ്ശൂരുള്ള ഒരു ചെറിയ ഗ്രാമം അക്കിക്കാവ് എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമമായാലും തെറ്റിദ്ധരിക്കരുത്. ഏറ്റവും പ്രസിദ്ധരായ CV ശ്രീരാമൻ, ഞങ്ങളുടെ കവി റഫീഖ് അഹമ്മദ്, ഐപ്പാറമേൽ, പിന്നെ
ഇപ്പോഴത്തെ BK നമ്മുടെ ഹരി Okay. പോയിട്ട് ഹരിയൊക്കെ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ കേട്ടോ കൂട്ടത്തില്. അതാണ് ഹൈലൈറ്റ്. അപ്പൊ അവിടെ എന്റെ വീടിന്റെ നേരെ മുന്നില് ഞങ്ങളിപ്പം നാട്ടിലെ വീട് അക്കിക്കാവിലെ എന്റെ വീടിന്റെ പുറകിലായിട്ടാണ് ഞങ്ങളുടെ പള്ളി വരുന്നത്. എന്റെ വീടിന്റെ റൈറ്റ് സൈഡിലാണ് അമ്പലം, ലെഫ്റ്റ് സൈഡിലാണ് മുസ്ലിം പള്ളി വരുന്നത്. അത് എല്ലാവരും അവിടുത്തെ എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് ജനിച്ച് ഞങ്ങൾ ഓർമ്മയിരിക്കുന്ന മുതലേ അങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് എന്ത് ജാതി മതം അതൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. ഇപ്പൊ ഇദ്ദേഹം തന്നെ ഞങ്ങൾ രണ്ടാളും രണ്ട് ജാതിയും മതത്തിലും പെട്ട ആൾക്കാരാന്നൊക്കെ മറ്റുള്ളവർ ഞങ്ങളോട് ഇതുപോലെ എങ്ങനെയെങ്കിലും ഒരു ചോദ്യം വരുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതല്ലെങ്കിൽ അതൊന്നും ഞാൻ പിന്നെ എല്ലാത്തിനെയും ബഹുമാനിക്കുന്ന ആളാണ്, എല്ലാ ജാതി മതത്തിനെയും ബഹുമാനിക്കുന്ന ആളാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ പോവാന്നുണ്ടെങ്കിൽ ഒരു പള്ളിയിൽ പോവാ, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോവാ, അല്ലെങ്കിൽ ഒരു മസ്ജിദിൽ പോവാ, നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ ബഹുമാനിച്ച് അവരുടെ ആചാരങ്ങൾ എന്താണോ അത് ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ നമ്മൾ പോവരുത്. പോവുകയാണെങ്കിൽ നമ്മളത് കമ്മിറ്റഡ് ആയിരിക്കണം, നമ്മൾ അതിന് റെഡി ആയിട്ട് പോകണമെന്നുള്ളത്. ഞാനതിൽ ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞങ്ങൾ രണ്ടാളും. അത് എവിടെ ചെന്നാലും അവിടെ ഇപ്പൊ എന്താണ് ഇന്നിപ്പം ഇവിടെ നിങ്ങൾ എനിക്ക് ചിക്കൻ ബിരിയാണി തന്നാൽ ഞാനത് കഴിക്കും, എന്തായാലും കഴിക്കും. അത് അതിന് റെഡി ആയിട്ടാ വരുന്നത്. അതെന്താണ് അവിടെ ചെല്ലുന്നിടത്ത് തരുന്നത് അത് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. അതാണ് നമുക്ക് വേണ്ടത്. ഇത്രയും സംസാരിച്ചല്ലോ, നമുക്ക് ചെറിയൊരു ഗെയിം കളിക്കാം. അത് അതിനാണ് ഞാൻ ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവൻ പാട്ട് പാടും. അപ്പൊ പാട്ട് ബേസ് ചെയ്തൊരു ഗെയിമാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു 2 വരി 3 മതി. 2 വരി വേണ്ട, 1 വരി 3 മതി. അപ്പൊ ഞാന് സ്ക്രീനിൽ കുറച്ച് പിക്ചേഴ്സ് കാണിക്കും. ആ പിക്ചേഴ്സ് വെച്ചിട്ട് ഒരു പാട്ടുണ്ടാവും. ആ പാട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഈ പിക്ഷണറി മനസ്സിലായി. അപ്പൊ നമുക്ക് നോക്കിയാലോ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ എന്തൊക്കെയാണ് കാണുന്നത്? ഇത് വെച്ചിട്ടൊരു പാട്ട്. നമ്പർ 1 ഇയറിങ്, പിന്നെ ആദ്യത്തെ എന്താ? 1 ഒരു ക്ലൂ തരാം. വെട്ടം എന്ന് പറഞ്ഞ സിനിമയിലാണ്. അയ്യോ, ഞാൻ വേറെ വഴിക്കാതെ ഇട്ടിട്ട് നിർത്തിയതായിരുന്നു. അനുഭവിച്ചോ? ദിലീപിന്റെ. അല്ല, ഞാനിപ്പോ വന്ന് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ആണോ? പക്ഷെ പാട്ട് നമുക്ക് അറിയണ്ടേ? അത് ശരി, എനിക്കറിയാം. മറ്റേ ഒരു ട്രാക്ടറിന്റെ ബാക്കിൽ പാട്ട് പറയാം. എനിക്കറിയാം. അല്ല, ഈ ക്ലൂ വെച്ച് കണ്ടുപിടിക്കണ്ടേ? 1 പിന്നെ കാതായിരിക്കും അല്ലേ? കാത്. അപ്പൊ ഒന്ന് മൂളിക്കോ? അങ്ങനെ ഒരു നോക്കിയാലോ? നോക്കാം. അത് തന്നെ. ഓ, കാതിലോലെ കമ്മലിട്ട് അല്ലേ? ആ പാട്ടല്ലേ? ഉത്തരം നോക്കാം. ആൻസർ ഒരു കാതിലോലെ ഞാൻ കണ്ടില്ല. ഓ, അതാണോ? മറ്റേ ഞാൻ പറഞ്ഞ പാട്ട് വേറെ കേട്ടോ, സോറി. ഞാൻ കണ്ടില്ല, തിരുതാളി വെച്ചതും കണ്ടില്ല. അപ്പൊ ഓർമ്മ വന്നു. ഇതേപോലെ തന്നെ എളുപ്പമുള്ള ചോദ്യമായിരിക്കും. ഇത് എളുപ്പമായിരുന്നു നമുക്ക്. വെട്ടം ഇത് എളുപ്പമായിരുന്നു. ഇതിൽ എളുപ്പം ഇനി വരാൻ പോകുന്നു. നെക്സ്റ്റ് വൺ. വള അല്ല, വള കുരുവി അല്ലേ? കണ്ണാടിയാ? ഓ, കണ്ണാടിയാ. മൽക്കണ്ണെഴുതിയ മകരനിലാവല്ല. മഞ്ജുവാരിയുടെ ഒക്കെ കണ്ണെഴുതി പൊട്ടും തൊട്ടാണോ? അതിനകത്ത് കണ്ണെഴുതി ഇത് വരുന്നുണ്ട്. ഓല്ലേ? ആ കണ്ണെഴുതി കണ്ണാടി അല്ല, കണ്ണാടി കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ട്. അതെ, യെസ്. അല്ലല്ല, യെസ്, അതന്നെ. ആൻസർ പിന്നല്ല. എങ്ങനെയുണ്ട്? നല്ല ഗെയിം അല്ലേ? നല്ല ഗെയിം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓ, ഇനിയുണ്ടോ? ലഡു അല്ലേ? ശർക്കരയോ? അതെ, ചക്കര മാമ്പഴം. അതന്നെ. കിട്ടി. ചക്കര മാമ്പഴം അതെനിക്കറിയില്ല കേട്ടോ. ചക്കര മാമ്പഴം എന്നറിയാം. അതന്നെ. അത്ഭുതദ്വീപിലെ സിനിമയിലെ. ഓ, അറിയില്ല. പാട്ടറിയില്ല, പക്ഷെ ചക്കര മാമ്പഴം മനസ്സിലായി. ചക്കര മാവിന്റെ അത് പക്ഷെ നമുക്ക് നോക്കാം. എനിക്ക് കലാഭമണിയുടെ ഒരു പാട്ട് പോലെ തോന്നുന്നത്. ആൻസർ ചക്കര മാവിന്റെ കൊമ്പത്തിൽ മാമ്പഴം പോലത്തെ പക്രു ആണ് പാടി. ഇത് ശരിക്കും പാടിയിട്ടുള്ള കലാഭമണിയാണോ?
ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കുന്ന മമ്പഴത്തെ മങ്കിപ്പെണ്ണെ. ആ, മങ്കപ്പെണ്ണെ. മങ്ക എന്ന് പറഞ്ഞ പെണ്ണെന്നാണ്. നെക്സ്റ്റ് വൺ ഇനിയുണ്ടോ? പിന്നെ? ഓക്കെ, ഞാൻ വേറെ തുടങ്ങി, കുഴപ്പമില്ല. ഇത് കുറച്ച് പഴയ പാട്ടാണ്. ആണോ? നക്ഷത്രം, യേശുദാസിന്റെ ഒരു പാട്ടാ. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങിയാണോ? നവരാത്രി മണ്ഡപം. അത് തന്നെ. എനിക്ക് 52 വയസ്സായി. അപ്പൊ പിന്നെ കണ്ടോ, അവൻ നമ്മളെ അവമാനിക്കുന്നു. ഇത് കുറച്ച് പഴയ പാട്ടൊക്കെ ഇട്ടില്ല എന്ന് നമുക്ക് അടുത്തേക്ക് ഇത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നെക്സ്റ്റ് വൺ. ഇത് മലയാള സിനിമ തന്നെയാണ്, പക്ഷെ ഇംഗ്ലീഷിൽ ഓർത്താ മതി. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് I'm thinking of you. ആരും നന്നായി പാടുന്നുണ്ടല്ലോ. ഫേവറേറ്റ് സോങ്. എന്റെ ഫേവറേറ്റ് സോങ് ആണ്. അത് ശരി. അപ്പൊ ആൻസർ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്. യാ, സത്യം ശിവം സുന്ദര. സുന്ദര. ഓക്കേ, ലാസ്റ്റ് വൺ ആണ്. പൈനാപ്പിൾ പെണ്ണ്, ചോക്ലേറ്റ് പീസ്. എന്തൊരു സന്തോഷം. പൈനാപ്പിൾ ഒറ്റ പാട്ട്. എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? നല്ല പരിപാടി, അടിപൊളി. താങ്ക് യു. അപ്പൊ ഈ ഗെയിം എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാലോ? പിന്നെ തീർച്ചയായിട്ടും. നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം, പെട്ടെന്ന് തിരിച്ചു. You started a business or your passion. Now you need website. Malaki Cloud can help. Hosting plans starting at $4.99 a month and domain starts at 99 cents a year. Choose your domain and hosting plan today. Your dream website costs less than your monthly Netflix account. Log on to malakicloud.com. Start your dream website. Malaki Cloud. Web hosting made easy. I will create new earth. Former things will not be remembered. A new style is born. This is the new trend. A new stamp for royals. Get your Malaki look today. Malaki. MalakiDesign.com. വെൽക്കം ബാക്ക്. സോ നമ്മുടെ കൂടെ മിത്രാസ് ആണ് കൂടെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യം കൂടി ഉണ്ട്. നമ്മുടെ പ്രൊമോ ഒന്ന് ലോഞ്ച് ചെയ്തത് നമ്മുടെ ടൈം സ്ക്വയറിൽ വെച്ചാണ് അല്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് ഒരു ഈ വർഷത്തെ തീം ആലോചിച്ച് വന്നപ്പോ തന്നെ നമ്മൾ കുറച്ച് വർഷമായി പറഞ്ഞു ടൈം സ്ക്വയറിൽ ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന്. അപ്പൊ ഈ വർഷം നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ജോൺ മാർട്ടിൻ ആണ് കേട്ടോ. അപ്പം ജോണിന്റെ അടുത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നതാണ് ഇത്തവണ നമ്മൾ ടൈം സ്ക്വയറിൽ നിന്ന് തുടങ്ങാം. കാരണം അവിടെയാണ് എല്ലാത്തിന്റെയും ഒരു ഹബ്ബ് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് തുടങ്ങാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ ഫോട്ടോഷൂട്ട് ടൈം സ്ക്വയറിൽ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് വെതർ ഭയങ്കര മോശമായി. കാരണം ഇതിന്റെ ഷൂട്ട് പ്ലാൻ ചെയ്ത് ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത് ഡിസംബറിലാണ്. അപ്പൊ എന്തായാലും തണുപ്പാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ജോൺ പറഞ്ഞു അത് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ വെതർ നന്നാവണ വരെ ഇരിക്കണം, അതല്ലെങ്കിൽ നമ്മൾ ഇൻഡോറിൽ ചെയ്തിട്ട് നമ്മൾ അതെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് പിന്നീട് ചെയ്യണം എന്നാണ്. അപ്പൊ തുടക്കം മുതലേ നമ്മളത് ഒരു സിറ്റിയാണ് നമ്മുടെ മൈൻഡില്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന സിറ്റിയിൽ ഷൂട്ട് ചെയ്ത് ഇത് കൊണ്ടുപോയി സിറ്റിയിൽ ടൈം സ്ക്വയറിൽ ലോഞ്ച് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ ഷൂട്ട് സിറ്റിയിൽ നടന്നില്ല, പക്ഷെ ലോഞ്ചിങ് നല്ല അടിപൊളിയായിട്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ടീം ഫുൾ അത് അങ്ങനെ ഒരു പ്ലാൻഡ് ഇതൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്തത് ഇത് സിറ്റിയിൽ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ചെയ്യണേ. നമ്മള് പൈസയൊക്കെ അടച്ചതെല്ലാം റെഡിയാക്കി വെച്ചാലും ഇത് വരുമോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ആദ്യം ഞാനും ഷിറാസും രഹസ്യമായിട്ടൊന്ന് പോയി നമ്മളിത് നോക്കിയിട്ടൊക്കെ വരാന്ന് വിചാരിച്ചു. പക്ഷെ അത് നമ്മളിങ്ങനെ ഒരാളോട് പറഞ്ഞു, രണ്ടാളോട് പറഞ്ഞു, അങ്ങനെ എല്ലാവരും പറഞ്ഞ് അന്ന് എല്ലാവരും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ തന്നു. അങ്ങനെ കുറച്ച് ആൾക്കാർ റെഡി ആയപ്പോൾ അപ്പൊ പിന്നെ ഞാൻ ഇത് ഹോൾ ടീമിനോട് പറഞ്ഞു. പിന്നെ നമ്മൾ അത് ഇത് ചെയ്തിട്ട് കാര്യമില്ല, കാരണം നമ്മൾ എന്തായാലും സിറ്റിയിൽ പോയി അത് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വരും. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് അത് ലെഫ്റ്റ് ഔട്ട് ആയ ഒരു ഫീൽ ഉണ്ടാവും, ലൈവ് പോയി. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാര്യം ചെയ്യും, എന്തായാലും നമ്മളിത് വരുമോ വരില്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പോകണം. ഇവര് വരുന്നുണ്ട് കൂടെ. അപ്പൊ എല്ലാവരോടും പറഞ്ഞു, എല്ലാവരോടും കൂടെ രാത്രി 12 മണി നേരത്ത് ന്യൂയോർക്ക് സിറ്റിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. അതിന്റെ ലൈവ് ഒക്കെ കണ്ടല്ലോ, നന്നായിരുന്നു. ഒരു വേറൊരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ടൈറ്റിൽ സ്പോൺസർ മലബാർ ഗോൾഡിന്റെ ജോസഫും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു ഈവന്റ് ആയിരുന്നു, അടിച്ചു പൊളിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിലേ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, ഞാൻ ചോദിക്കുന്നില്ല. ഇനി ടൈം സ്ക്വയറിനെ കുറിച്ചല്ലോ അതുകൊണ്ട് ഞാൻ ചോദിക്കണം, വേണ്ട അല്ല ഒന്നും അറിയില്ല അതുകൊണ്ട്.
അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. അതും ആക്ച്വലി എനിക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല. ഇത് പറയാം. Hello Rajan Chetan, hello Shiraz. Thank you Gino for reaching out. First of all, I would like to say all the very best to Team Mithras for your upcoming event. We are patiently waiting and looking forward to it. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഏത് പരിപാടികൾക്ക് പോയാലും ഒരേ തരത്തിലുള്ള ഔട്ട്ഫിറ്റുകളാണ് ധരിക്കാറുള്ളത്. നിങ്ങൾ സ്ഥിരമായി എല്ലാ ഇവന്റുകളിലും 2 പേരും ഒരേ തരത്തിലുള്ള ഔട്ട്ഫിറ്റുകൾ ധരിക്കുന്നത് കൊണ്ട് പലരും ആ ഔട്ട്ഫിറ്റുകൾ ശ്രദ്ധിക്കാറുമുണ്ട്. ആരാണ് ഈ ഔട്ട്ഫിറ്റുകൾ ചൂസ് ചെയ്യുന്നത് ആൻഡ് വാട്ട് ഇൻസ്പയർസ് യു ടു മാച്ച് യുവർ ഔട്ട്ഫിറ്റ്സ്? I would like to use this platform to ask you this question. ലിസ്, താങ്ക് യു ലിസ്. കാരണം നമ്മുടെ കഴിഞ്ഞ മിത്രാസ് ഫെസ്റ്റിവലിലെ MC ആയിരുന്നു ലിസ്. നമ്മൾ ഓരോ വർഷം ഓരോരുത്തരെയാണ് അങ്ങനെ MC ആയിട്ട് പുറത്തുനിന്ന് പ്രത്യേകിച്ച് ഫീമെയിൽ MCനെ കൊണ്ടുവരുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ആങ്കർ ചെയ്ത ആളാണ് ലിസ്. താങ്ക് യു ലിസ്. പിന്നെ ചോദ്യത്തിനകത്ത് തന്നെ ലിസ് ഉത്തരം പറഞ്ഞു, മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ അതിന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2014 മിത്രാസ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ മിത്രാസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂജേഴ്സിയിലെ ഞങ്ങൾക്ക് ആരും അറിയില്ല. ഞങ്ങൾ കൊച്ചു പള്ളിയുണ്ട്, ഞങ്ങളെ പള്ളിയിലെ ആൾക്കാർ ഒഴികെ വേറെ ആരെയും നമുക്കറിയില്ല. നമ്മളേനെ ആർക്കും അറിയില്ല. നോബഡി ന്യൂ അസ്. അപ്പൊ തുടക്കത്തില് 2014 നമ്മളിത് ലോഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ അന്നും ഇന്നുമുള്ള ഒരു 10-30 ആൾക്കാർ കൂടിയിട്ടാണ് ഞങ്ങളിത് ആദ്യത്തെ ഷോ നടത്തുന്നത്. അപ്പൊ ഒരു നമ്മള് നമ്മുടെ കയ്യിൽ ഇതിനു വേണ്ടി മാർക്കറ്റ് ചെയ്യാനുള്ള പൈസ ഇല്ല, ഒന്നുമില്ല അല്ലെ. നമ്മളിതൊരു നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് സോഷ്യൽ മീഡിയയും പിന്നെ ഉള്ളത് നമ്മളിത് പോകുന്ന സ്ഥലത്ത് നമ്മളെ മീറ്റ് ചെയ്യുന്ന ആൾക്കാരെ. അപ്പൊ നമ്മൾ കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് എടുത്താണ് ഞാനും ഷിറാസും കൂടെ. നമ്മൾ എന്തായാലും 2 ആളുണ്ട് അല്ലെ. നമ്മൾ 2 ആളും കൂടെ അന്ന് ഞങ്ങൾ അധികം ചെയ്തിരുന്നത് ഒരേപോലത്തെ മുണ്ടും ചുബയായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ഒരു സ്യൂട്ട് കൾച്ചർ ആണല്ലോ അധികം ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അവിടെ എല്ലാവരും ഇങ്ങനെ ഒരു സ്യൂട്ടും ടൈയും ഒക്കെ ഇട്ട് നല്ല എന്താ പറയാ കുട്ടപ്പന്മാരായിട്ട് വരുമ്പം ഞങ്ങള് 2 ആളും അതിന്റെ ഇടയിൽ ഒരു മുണ്ട് കൊടുത്ത് ഒരേപോലത്തെ ഔട്ട്ഫിറ്റ് ഇട്ട് വരുമ്പം എന്തായാലും ആൾക്കാർ ചോദിക്കും ഈ വട്ടുകാര് ആരാന്നുള്ളത് അല്ലെ. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇവരാരാ, അത്രേ ഉള്ളൂ. അതായത് ഞങ്ങളെ കുറിച്ച് ആൾക്കാർ ചോദിക്കണം അല്ലെ. ചോദിക്കാറുണ്ട്. അത് നല്ല രീതിയിൽ പറയാറുണ്ട്, നല്ല പോസിറ്റീവായിട്ട്. അതെ, ഞാൻ 2 വട്ടം അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് 2 ഒരേ മാച്ചിങ് ഔട്ട്ഫിറ്റ്. അത് കഴിഞ്ഞ് ഞാൻ എനിക്കൊന്ന് ജില്ലേച്ചിയോട് ചോദിച്ചായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇവര് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് ഇതിന്റെ ഇട 2 ആളും ഒന്നിച്ച് നടക്കുമ്പോ എന്തിനാ ഒന്നിച്ച്. നമുക്കതാ വേണ്ടത്. പോസിറ്റീവിനെ കഴിഞ്ഞും കൂടുതൽ നെഗറ്റീവാണ് വേണ്ടത് അല്ലേ. അപ്പൊ അതിങ്ങനെ പറഞ്ഞ് ആൾക്കാര് ഓക്കെ ഇത് ആൾക്കാര് ഇവരാരാന്ന് ചോദിച്ച് അവരെന്നെ ചോദിക്കും. അവര് ഞങ്ങളോട് ചോദിക്കാതെ വേറൊരാളിൽ നിന്ന് അതിനുള്ള ഉത്തരം കിട്ടും. ചിലപ്പോൾ അവർക്ക് നല്ല ഉത്തരം കിട്ടും, ചിലപ്പോൾ മോശം ഉത്തരം കിട്ടും. 2 ആയാലും ഇപ്പൊ ലിസ് വരെ ചോദിച്ചു കണ്ടില്ലേ. അപ്പൊ അതിന്റെ ഉദ്ദേശം എത്രയേ ഉള്ളൂ. 2014 ഞങ്ങളിൽ പൈസ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇറങ്ങിയത്. അപ്പൊ ആൾക്കാരെ ശ്രദ്ധിക്കണമായിരുന്നു. മിത്രാസ് എന്നുള്ള ഒരു ബ്രാൻഡ് ആൾക്കാരെ അറിയണമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്തത് തന്നെ. കാരണം ഈ കോംബോ വെച്ചിട്ട് ഇപ്പോഴും ഞങ്ങൾ എല്ലാ പ്രോഗ്രാം ചെയ്യുമ്പോഴും അറിയാലോ നമ്മൾ അതിനകത്തൊരു കോർഡിനേഷൻ ഉണ്ടാവും. അത് ഇപ്പൊ പിന്നെ കുറെ ആൾക്കാർ അങ്ങനെ ഡ്രസ്സൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഒക്കെ തുടങ്ങിയിട്ടോ. പണ്ട് നമ്മളെ കളിയാക്കിയിരുന്ന പലരും ഇപ്പോ വളരെ ഭംഗിയായിട്ട് അങ്ങനെ വേണം. എല്ലാവരും ഡ്രസ്സൊക്കെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് തുടങ്ങി. അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ വർഷമായിട്ട് ഞങ്ങൾക്ക് ആര് ഡ്രസ്സ് തരുന്നുണ്ടെങ്കിലും അത് ഒരേപോലത്തെ ഡ്രസ്സ് തരുന്നത്. പിന്നെ അത് സെലക്ട് ചെയ്യാനൊന്നുമില്ല. എല്ലാ ഗിഫ്റ്റും ഇവിടെ ഒരു ബർത്ത്ഡേക്ക് എനിക്കൊരു ഷർട്ട് തരുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും 2 ഉണ്ടാവും. അതിന്റെ ഒരു കാര്യം ഒരെണ്ണമായിട്ട് തന്നെ അത് വെളിച്ചം കാണില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവും. കാരണം ഞങ്ങൾ ഒരുമിച്ചല്ലേ പോണേ. ഈ 2 അതെ, ഞാൻ സാക്രിഫൈസ് ചെയ്തോണ്ടിരിക്കുക എന്റെ പല ഫേവറേറ്റ് കളറുകളും. വാട്ടർ 72 hours വാട്ടർ ഡയറ്റ് അതിപ്പോ ചെയ്ത് കഴിഞ്ഞോളൂ. ഞാൻ വരുന്നോണ്ട് 3 days ഒന്നും കഴിച്ചില്ല, വെള്ളം മാത്രം. ഇതൊക്കെ പറയണത് സത്യമാണോ? ഇത് കഴിഞ്ഞിട്ട് വൈഫോട് അപ്പൊ അതിന് ബാക്കിയൊരു ഇതും കൂടി ഉണ്ട്. 2ാമത്തെ ചോദ്യം, മിത്രാസ് എന്ന് പറയുമ്പോൾ പേഴ്സണലി ഐ തിങ്ക് ഇറ്റ് മീൻസ്
friends, friendship or mitra? ആരാണ് ഈ പേര് സെലക്ട് ചെയ്തത്, ചൂസ് ചെയ്തത്, ആൻഡ് വൈ? അതും താങ്ക് യു ലിസനെ ചോദ്യം ചോദിക്കുന്നുണ്ട്, ലിസന് ഉത്തരം പറയണ്ട കേട്ടോ. കാരണം ലിസ് പറഞ്ഞത് തന്നെ കറക്റ്റ്. അത് എന്റെ മനസ്സിലാണ് ഇത് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, മിത്ര എന്നുള്ള പേര്. നമുക്ക് ഇവിടെ കൊണ്ട് രണ്ടുപേരും അടി ഉണ്ടാക്കി പെട്ടെന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞത് എനിക്ക് ഓർമ്മ. കണ്ടോ? അപ്പം മിത്രാസ് എന്നുള്ളതിന്റെ ഉത്തരം അത്രയേ ഉള്ളൂ, ഫ്രണ്ട്സ്. കാരണം ഇതൊരു ഫ്രണ്ട്സിന്റെ ഒരു കൂട്ടായ്മയാണ്. അർത്ഥം എന്താ മിത്രാസ് എന്ന് പറഞ്ഞാൽ? ഞാൻ കൂട്ടുകാര്, ഫ്രണ്ട്സ്, മിത്ര. കാരണം മിത്രാസ് എന്ന് പറഞ്ഞാൽ കുറെ മിത്തിക്കൽ സംഭവമൊക്കെ അതുണ്ടായിരുന്നു. അത് കണ്ണിലൂടെ നോക്കി. ഈജിപ്ഷ്യൻ ഞങ്ങൾ ആദ്യത്തെ മിത്രാസ് ചെയ്തു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു ഞങ്ങളുടെയൊക്കെ ഏറ്റവും അടുത്തുള്ള ഒരു സുഹൃത്ത്, ഒരു ജേർണലിസ്റ്റ് ജോർജ് തുമ്പയിൽ, ജോർജ് ഏട്ടനാണ് ആദ്യം ആ ഒരു ഹിസ്റ്ററി ഒക്കെ ഇതിന്റെ എഴുതിയതും ഞങ്ങളത് വായിച്ചതും. നമ്മൾ ഈജിപ്ഷ്യൻ കണക്ഷൻ ഒക്കെ പറഞ്ഞതും. ഞങ്ങൾക്ക് അങ്ങനെ ഇത് സത്യം പോലെ പറയണല്ലോ, ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ഈജിപ്ഷ്യൻ കണക്ഷൻ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്തത്. പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ അതിനുള്ള വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കൂട്ടുകാരും കൂടെ ഒരു പരിപാടി ചെയ്യണു, മിത്രാസ് അല്ലെ. അപ്പൊ അതൊരു പിന്നെ അതിന് എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ് മിത്രാസ് എന്നുള്ളത്, മിത്ര എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ കൂട്ടുകാരോട് ചെയ്തല്ലേ, അപ്പൊ അതിന്റെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നമുക്ക് അടുത്ത ആള് ഒരു ക്വസ്റ്റ്യൻ തന്നെ. ഇനി ആൾക്കാരുണ്ടോ? ഇനി ആൾക്കാരുണ്ട്, കഴിഞ്ഞില്ല. നിങ്ങളിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് അവർക്ക് വേണ്ടി എല്ലാം തന്നിട്ടേ വിടത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹായ് ചേട്ടാ, ഹായ് ജിക്ക് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെയുള്ള പരിപാടികൾ വളരെ കുറവാണ് അല്ലേ. ഓൺലൈൻ കാണുന്നതും വീഡിയോ കോൾ അല്ലാണ്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾ രണ്ടാളെ ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കണത്, നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം തുടങ്ങിയത് ഒരു ഭയങ്കര രസമുള്ള കഥയാണ്. ആൻഡ് അത് വളരെ വളരെ അപൂർവമായിട്ടുള്ള, അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ആൾക്കാർക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, ആളുകൾ അറിയേണ്ട ഒരു കഥയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് പറയാമോ? ഇവന് വട്ടാട്ടോ. ഞാൻ ആ മോത്തിന്റെ സർപ്രൈസ് കാണാൻ വേണ്ടി ഈവൻ മിത്തു എന്താ പറയാ, മിത്രാസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ കൂടെയുള്ള മിഥുൻ ജയരാജ് പാട്ടുകാരൻ, സിനിമകളിലൊക്കെ സിംഗറായി ഭയങ്കര എല്ലാം ഉണ്ട്. അത് മൂവിയൊക്കെ ചെയ്തതാണ്, കമ്പോസ് ചെയ്തതാണ്. മായാനദിയല്ല അവര് ചെയ്തത് പാട്ട് പാടി. അതിനാണ് സൈമ അവാർഡൊക്കെ കിട്ടിയത്. പിന്നെ കൃപാകരിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട്. പിന്നെ മിന്നൽ മുരളിയുള്ള പാട്ട്, അങ്ങനെ കുറെ ഉണ്ട്. ഉടലാഴം എന്ന് പറഞ്ഞ സിനിമയാണ് അവര്. അത് ഉടലാഴത്തില് ഇതിന് ചെയ്ത പാട്ട് നമ്മൾ മിത്രാസിലെ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. ഇത് എന്താ പറയാ, ഞങ്ങളുടെ രണ്ടാളും നടുക്കിലിരിക്കേണ്ട ഞങ്ങളൊരു ചെറിയൊരു ബ്രദറാണ്. ഒരുപാട് വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള മിത്തു, ഇന്ദു, ദച്ചു മോള്. ഞങ്ങൾ എപ്പോഴും നാട്ടിൽ ചെല്ലുമ്പോൾ, ഇപ്പോഴും ഞങ്ങൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് ഞങ്ങൾ ഒരുമിച്ചാണ് ഫാമിലി ആയിട്ട് പോകുന്നത്. എനിക്ക് സ്വന്തം അനിയനാണ്, അയാളുടെ മകൾ എന്നെ മുത്തച്ഛാന്നാ വിളിക്കുന്നത്. അപ്പൊ അത്രയും അടുപ്പുള്ള ആളാണ്. പിന്നെ അവന്റെ ചോദ്യം അതങ്ങനെ വലിയ കഥയൊന്നുമില്ല, ഇവൻ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മ ഇവിടെയാണ്. ഇപ്പം അമ്മ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അപ്പൊ അമ്മ ഇവിടെയുള്ള സമയത്ത് ഞാനും ഷിറാസിന്റെ പാരന്റ്സും എബ്രോഡാണ്. അവര് ഗൾഫിൽ ആയിരുന്നു പാരന്റ്സ്. പിന്നെ എൻ്റെ അമ്മ ഇവിടെയായിരുന്നു. അപ്പൊ ഞാൻ താമസിച്ചിരുന്ന എൻ്റെ സിസ്റ്ററും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ കൂടെ മെറീന എന്ന് പറഞ്ഞ എൻ്റെ നീസ് ഉണ്ട്. അപ്പൊ ഞാനും എൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദറിലോയും നീസ് മെറീന, അവൻ്റെ ഒരു ബ്രദർ ഉണ്ട്, അവന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ എന്നെ തല്ലും, അതുകൊണ്ട് അവന്റെ പേര് പറയാം, ഫ്രെഡി. ഞങ്ങൾ സക്രു എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അവരുടെ വീട്ടിലാണ് ഞാൻ നിന്നിരുന്നത്. അവരുടെ കൂടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. വീട്ടിലല്ല, അവരുടെ കൂടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പൊ ഇവന് അതിന്റെ അടുത്ത വീട് തന്നെയാണ് ഇവരുടെ. അപ്പം ആ സമയത്ത് അന്ന് ഞങ്ങൾ ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തന്മാരായിരുന്നു. അന്ന് അതിലായിരുന്നു ഭ്രാന്ത്. അപ്പൊ ഇയാളുടെ അങ്കിൾമാര് ഇവനെ വിടും, പോയി ഓടാൻ വേണ്ടിട്ട് ഒരാളെ വെക്കാറുണ്ടോ? അല്ലല്ല, അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മിടുക്കനായിരുന്നു. അന്നൊക്കെ നേരെ നിന്ന് സമ്മർ സോൾട്ട് ചെയ്യുക, പിന്നെ ഫ്രണ്ട് സ്പ്ലിറ്റ്, സൈഡ് സ്പ്ലിറ്റ് ഒക്കെ ചെയ്തിരുന്ന ആളാണ്. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റും. അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഡോക്ടറായി പിന്നെയാണ് ഇങ്ങനെയായത്. ഡോക്ടറായപ്പോ ആൾക്ക് മനസ്സിലായി അതിലൊന്നും വലിയ കാര്യമില്ല.
അപ്പൊ ആ സമയത്ത് ഞങ്ങൾ കുറച്ചും കൂടി ഫാമിലി ഒക്കെ ആയിട്ട് അടുപ്പം കൂടി. കാരണം എൻ്റെ വീട്ടിലായാലും അങ്ങനെ പാരന്റ്സ് ഇല്ല, ഇവന്റെ വീട്ടിലായാലും ഇല്ല. അപ്പം ഇവന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തായിരുന്നു, ഞാനായിരുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അടിയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് എനിക്കാണെങ്കിൽ അത് ഏറ്റവും ഭ്രാന്ത് വരുന്ന കാര്യങ്ങൾ. അസൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യണം, അങ്ങനെയല്ലേ. അപ്പൊ അന്ന് എല്ലാവരും ചോദിക്കും, ഇങ്ങനെ എൻ്റെ അടുത്ത് ഏറ്റവും വഴക്ക് കിട്ടിയതും അടി കിട്ടിയിട്ടുള്ള 2 വ്യക്തികളാണ്. ഒന്ന് ഇവനും, ഒന്ന് മെറീന, എൻ്റെ നേഴ്സ്. അവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അടുത്ത് എൻ്റെ ഉള്ളത് ഇപ്പോഴും. അപ്പൊ നമ്മളൊരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാരൊന്നും ഒന്ന് പിടിച്ചില്ലെങ്കിൽ, കംപ്ലൈന്റ് ഒന്നും വേറെ പോയില്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്തപോലെയൊക്കെ ഉണ്ടാവും. പക്ഷെ അന്ന് മുതലുള്ള ഇപ്പൊ കുറേ വർഷങ്ങളായില്ലേ, ഒരുപാട് വർഷങ്ങളായി. അന്ന് എനിക്ക് തോന്നുന്നു ഷിറാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പൊ അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ നല്ല കാര്യങ്ങളും കുരുത്തക്കേടുകളും ഒക്കെ ഒപ്പിക്കുന്നതും. ഒരു സൈക്കിളിൽ ചവിട്ടി ഒരു ബൈക്കിൽ കയറി. പക്ഷെ അന്ന് മുതലേ നമ്മൾ പറയായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾ അന്നേ പറയായിരുന്നു. ഞങ്ങളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ US ഇവിടെ വരുന്ന അറിയാം, കാരണം പാരന്റ്സും എൻ്റെ ബ്രദറും സിസ്റ്ററും ഒക്കെ ഇവിടെ സെറ്റിൽഡ് ആണ് ആ സമയത്ത്. അപ്പൊ ഒരിക്കൽ നമ്മളിവിടെ വരുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയാം. 1994-95 പറഞ്ഞിട്ടുള്ള ഒരു ഡ്രീമാ. അപ്പൊ അതിങ്ങനെ മെല്ലെ സൈക്കിൾ ഓടി നടക്കണ പറയാം. അതായത് ഒരു സൈഡില് അവരുടെ കാലിലേക്ക്, ഒരു സൈഡിൽ ഞാനും കാലം. ഞങ്ങളിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോ ഞങ്ങൾ ഇടയ്ക്ക് അത് പറയും. അപ്പൊ നമ്മള് ഇത്ര നേരം വർത്തമാനം പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു ഗെയിം കൂടി, ലാസ്റ്റ് ഗെയിം. ഓക്കെ, പ്രോമിസ്. ഇനി നിങ്ങൾ വെള്ളം കുടിക്കും, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് വെള്ളം കുടിപ്പിക്കുവോ? കാരണം നിങ്ങളുടെ തീം എന്ന് പറയുന്നത് ഈ പ്രാവശ്യം കന്യാകുമാരി ടു കാശ്മീർ അല്ലേ? അപ്പോ നമ്മൾക്ക് കന്യാകുമാരി കാശ്മീർ വരെ ഒന്നും പോകണ്ട. നമുക്ക് കേരളത്തിലുള്ള കുറച്ച് സ്ഥലങ്ങളുടെ ഒരു ഇത് കാണിക്കും, കുറച്ച് പിക്ചേഴ്സ്. അത് വച്ച് പിക്ചേഴ്സ് അല്ല, ഒരു വേർഡ് കാണിക്കും, ഇംഗ്ലീഷിലെ വേർഡ്. അത് നിങ്ങൾ മലയാളത്തിലാക്കി ഒരു ചിലപ്പോ നമ്മുടെ കേരളത്തിലെ ടൗൺ ആവാം, സിറ്റി ആവാം, വില്ലേജ് ആവാം, എന്തും ആവാം. അപ്പൊ ആ കേരളത്തിലുള്ള ഏതെങ്കിലും ഇതിന്റെ ഒരു ഇത് പറയണം, എന്താന്ന് പറയണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചാർക്കോൾ സ്നേക്ക് മോസ്ക്. ഇതൊന്ന് മലയാളത്തിലേക്ക് ആക്കി കരുനാഗപ്പള്ളി അല്ല, കരുനാഗപ്പള്ളി അല്ല, ഈ വക കാര്യങ്ങളിലൊക്കെ ഇല്ലേ ആള് പുലിയാണ്. ഉടായ്പകൾക്കൊക്കെ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ കരുനാഗപ്പള്ളി. അപ്പൊ സെക്കൻഡ് വൺ, നെക്സ്റ്റ്, ഗീ റിവർ ബാങ്ക്. എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിങ്കര ആണോ? പിന്നെ കോൺഫിഡന്റ് ആൻസർ. ഇത് ഈ ഗെയിം ഈസി ആയി തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, മൂവാറ്റുപുഴ അല്ല, മുതലക്കുളം അല്ല, 3 ആറ്റുപുഴ, മൂവാറ്റുപുഴ. പിന്നെ അല്ല, മൂവാറ്റുപുഴ അല്ലേ? അല്ല, ഒരെണ്ണം തെറ്റിക്കാണ്. മൂവാറ്റുപുഴ പോണ്ട് കുളമാണ്, അത് ഞാൻ വേറെ കുളത്തിലേക്ക് പോയി. ലേക്ക്. ആറ്റുംപുഴ. ഇനിയുണ്ടോ? പോരട്ടെ. ടീച്ചർ മൗത്ത് വില്ലേജ്. അപ്പൊ അതൊന്ന് ആലോചിക്കുക. ഇത് എളുപ്പമായിരിക്കും. ടീച്ചർ ദിയബിയോ? ഗുരുവായൂരാണോ? നോക്കിയാലോ? ഗുരുവായൂര്. അത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എളുപ്പല്ലേ? ഗുരു. അപ്പൊ ലാസ്റ്റ് വേണ്ട, എനിക്കൊന്ന് കുറച്ചും കൂടി ഗെയിം ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. മിൽക്ക് റൈസ് റൗണ്ട്. പാലാരിവട്ടം. ആൻസർ പാലാരിവട്ടം. അത് നോക്കണ്ട. ഓക്കെ, ഇഷ്ടപ്പെട്ടോ ഈ ഗെയിം? പിന്നെ നമുക്ക് ഉത്തരം അറിയുമ്പോ കൂടുതൽ ഇഷ്ടമല്ലേ? അറിയാവുന്ന ചോദ്യങ്ങൾ പരിപാടി ഗംഭീരം. You started a business or your passion. Now you need website. Malaki Cloud can help. Hosting plans starting at $4.99 a month and domain starts at 99 cents a year. Choose your domain and hosting plan today. Your dream website costs less than your monthly Netflix account. Log on to malakicloud.com. Start your dream website. Malaki Cloud. Web hosting made easy. I will create new earth.
Former things will not be remembered. A new style is born. This is the new trend. A new stamp for royals. Get your Malaki look today. Malaki. MalakiDesign.com. വെൽക്കം ബാക്ക്. സോ നമ്മുടെ കൂടെ ന്യൂജേഴ്സിൽ നിന്നുള്ള മിത്രാസ് ആണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അത് പക്ഷെ അതും വീഡിയോസ് തന്നെയാണ്. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും. ഹായ് വക്കീലെ ഷിറാസ്, നമസ്കാരം. ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ കൊല്ലം അല്ലേ? ഈ കൊല്ലമല്ല, എന്നും ജീവിതത്തിൽ മുഴുവനും ഒരുപാട് വിശേഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. എൻ്റെ ഈ കൊല്ലത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞാൽ മിത്രാസിൽ ജോയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് മിത്രാസ്. അതിൽ ഇതിൻ്റെ ഓപ്പണിംഗ് ഡാൻസ് എന്നെ ഏൽപ്പിച്ചതിൽ മിത്രാസിൻ്റെ എല്ലാ മെമ്പേഴ്സിനോടും ഷിറാസിനോടും വക്കീലിനോടും ആദ്യം ഒരു നന്ദി പറയട്ടെ. ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം സ്വാതന്ത്ര്യമാണ്. ശരിക്കും നിങ്ങൾക്കത് വേണ്ടുവോളം അമേരിക്കയിൽ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് കലയ്ക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ ഒരുപാട് നല്ല സമയങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത് കലയ്ക്ക് വേണ്ടിയിട്ടാണ്. അമേരിക്കയിലെ കലാകാരന്മാർക്കും വേണ്ടിയിട്ടാണ്. എനിക്ക് നല്ലോണം അറിയാം, നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ളതല്ലേ. ശരിക്കും ഒരു സ്വാതന്ത്ര്യത്തിൽ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാതന്ത്ര്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ആ സ്വാതന്ത്ര്യം ആദ്യം വേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നിട്ടാണ്. ശരിക്കും ഞാൻ പലപ്പോഴും മനസ്സിൽ അതിശയത്തോടെ നോക്കിയിട്ടുള്ള 2 വ്യക്തികളാണ് ജിജുവും ഫേമിയും. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ മറ്റുള്ള കുട്ടികളും എല്ലാവരും കൂടി എത്രത്തോളമാണ് നിങ്ങൾക്ക് ഇങ്ങനെ പാറി പറന്ന് നടക്കാനൊരു സ്വാതന്ത്ര്യം തരുന്നത്. ശരിക്കും എനിക്ക് അവരെ പറ്റിയിട്ടാണ് കൂടുതൽ അറിയാൻ ആഗ്രഹം. കാരണം നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ് ശരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ വന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിത്രാസ് ആരംഭിക്കുമ്പോൾ ആ സമയം മുതൽ അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്? ഇപ്പോഴെങ്ങനെയാണ്? എനിക്കറിയാം, എന്താ പറയുക, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് 2 പേർക്കും ഇത്രയും സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അറിയാനുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, എനിക്കിത് മാത്രമല്ല നമ്മുടെ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കുടുംബത്തിൽ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുന്ന സമയത്തും നിങ്ങളധികം സമയം ചെലവഴിക്കുന്നതും മറ്റുള്ള ആളുകളുടെ ഒപ്പമാണ്, ശരിക്കും കലാകാരന്മാരുടെ ഒപ്പമാണ്. അപ്പോൾ അതിന് എത്രത്തോളം സപ്പോർട്ട് നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്നുണ്ട്? ശരിക്കും എനിക്ക് ജിജുവിനെ പറ്റിയിട്ടും ഫെമിനെ പറ്റിയിട്ടും നിങ്ങളുടെ ഫാമിലി സപ്പോർട്ടിനെ പറ്റിയും അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയണ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഈ സമയത്ത് എനിക്ക് ചോദിക്കാനും അറിയാനും ഒരു പ്രത്യേക ഒരു ആഗ്രഹം തോന്നുന്നു. എന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്കുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊന്ന് വിശദീകരിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ ചെയ്യുന്ന സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്നൊന്ന് ഷെയർ ചെയ്താൽ വലിയ സന്തോഷമായിരിക്കും. അത് ഗുരു RLV ആനന്ദ് മാഷ് ഇപ്പം നമ്മുടെ കൂടെ കൂടിയിട്ട് 27 വർഷത്തോളമായി. അതായത് എനിക്ക് തോന്നുന്നു വീട്ടിലെ ഞങ്ങളുടെ മോള് മെറീന ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങി മാഷാണ് വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ അന്ന് മുതലേ ഇപ്പൊ എന്നെ വക്കീലിനെ എപ്പോഴും വിളിക്കുന്ന മാഷ്. കാരണം അന്ന് ഞാൻ നാട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇവൻ ചെറിയ കുട്ടിയാ, ഇവൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയം. അപ്പൊ അന്ന് മുതലേ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ്. നമ്മുടെ വഴക്കുകളും ഞങ്ങളെല്ലാ സന്തോഷങ്ങളിലും എല്ലാ സെലിബ്രേഷൻസിലെല്ലാം മാഷ് കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇപ്പൊ മാഷ് പറഞ്ഞ പോലെ മിത്രാസിൽ മാഷ് ആദ്യമായിട്ട് വരണമെങ്കിൽ കൂടി മാഷ് ഇതിന് മുന്നേ രസവികൽപ്പം ഞങ്ങളെ ക്ലാസിക്കൽ കൺസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 തവണ മാഷ് വന്നിട്ടുണ്ട്, പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം ചെയ്ത ഭാവയാമി 2019 ചെയ്ത രസവികൽപ്പം പാർട്ട് 1, അതിനകത്തൊക്കെ മാഷായിരുന്നു വന്നിരുന്നത്. പിന്നെ മാഷ് ചോദിച്ച ചോദ്യം, ഫെമിയും ജിജു ഒക്കെ ഇതിന്റെ ഒരു പാർട്ടാണ്. അത് പുറത്തുള്ളവർ കാണാത്ത പല കാര്യങ്ങളും ചെയ്യുന്നത് ഫെമിയും ജിജു ആണ്. ജിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മിത്രാസിന്റെ സ്കിറ്റിന്റെ തുടക്കം മുതലേ ഏത് ഫീമെയിൽ ക്യാരക്ടർ വന്നില്ലെങ്കിലും അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പ്രാക്ടീസിന് ജിജു ഉണ്ടാവും, ഫുൾ ടൈം ഉണ്ടാവും. പിന്നെ കുറേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജിജു പറഞ്ഞു ഇനി എനിക്ക് റിയൽ ആയിട്ടൊരു ക്യാരക്ടർ തന്നെ. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. അത് അതിൽ വലിയ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ ഓഫ് കോഴ്സ് അവരാണ് എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങൾ. അതൊരു ഭാഗ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ പാർട്ട്ണറും കൂടെ ഉണ്ടാവും പറഞ്ഞാൽ ഭയങ്കര വലിയ. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. അല്ല, ഒരിക്കലും അല്ല. മാത്രമല്ല അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്താ വെച്ചാൽ നമ്മളും അതിനൊരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് കിട്ടുന്നുണ്ട്. രണ്ടും ഇറ്റ്സ് ഓൾവേസ് എ ഗിവ് ആൻഡ് ടേക്ക് അല്ലേ. അതുപോലെ ഫെമി മിത്രാസിന്റെ ബാക്കിലുള്ള എന്താ പറയാ എവറിഡേ റിഹേഴ്സലിന് ഞങ്ങൾ എല്ലാ വീക്കും റിഹേഴ്സലിന് പോകുമ്പോൾ ഞങ്ങൾക്ക് കുക്ക് ചെയ്ത് തരും. ആർട്ടിസ്റ്റുകൾക്കുള്ള പ്രത്യേകിച്ച് സ്കിറ്റിന്റെ ഒക്കെ ക്യാമ്പിൽ പോകുമ്പോഴുള്ള ഈവനിങ്ങിലാണ് അവരുടെ. അപ്പൊ ജോലി കഴിഞ്ഞ് നേരെ വരുന്ന ആ ക്യാമ്പിലേക്കായിരിക്കും. അപ്പൊ എന്തെങ്കിലും ചെറിയ സ്നാക്ക് ഉണ്ടാക്കി തരിക. അതുപോലെ ഇപ്പൊ ഡാൻസേഴ്സിന്റെ എന്തെങ്കിലും കോസ്റ്റ്യൂമിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഫെമിക്ക് ആ ഏരിയയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇവര് ഒന്നാമത്തില് അവര് രണ്ടാളും ഭയങ്കര ജെല്ലായിട്ട് വീട്ടിൽ പോകുന്ന ആൾക്കാരാണ്. അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അവർക്ക് രണ്ടാളും അവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ്, അവര് ഭയങ്കര കമ്പനിയാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, എങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച്. ഞങ്ങള് അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഞങ്ങൾ കഴിഞ്ഞ ഒരുപാട് കൊല്ലമായിട്ട് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതൊന്നും നമ്മള് അങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് ജാതി മതം അല്ലെങ്കിൽ വേറൊരു വീട്ടിലാള് അങ്ങനെയൊക്കെ അതൊക്കെ ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലമല്ലേ. നാട്ടിലാണെങ്കിൽ ഓക്കെ, പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോ ഇല്ല. എൻഡ് ഓഫ് ദി ഡേ കുറച്ച് വർഷങ്ങളുള്ള ജീവിതമല്ലേ നമ്മുടെ കൂടെ ആര് ജീവിക്കുന്നു എന്നുള്ളത്. ഞാൻ എന്റെ വെഡിങ്ങിന് വിളിക്കുന്ന സമയത്ത് രണ്ടുപേർക്ക് ഇന്ന് നോക്കുമ്പോണ്ട് സെയിം അഡ്രസ് ആയിരുന്നു. അതാ പറഞ്ഞ അത് ഇവൻ അവരോട് പറഞ്ഞ ഉത്തരാണ്, എന്റെ റൂമിന്റെ അപ്പുറത്തെ റൂമിലാണ് എന്റെ വീട്. പിള്ളേര് ഇപ്പൊ ഞങ്ങക്ക് രണ്ടാൾക്കും കൂടെ ഞങ്ങൾക്ക് 4 ആൾക്കും കൂടെ 4 പിള്ളേര്. 4 പിള്ളേരും 4 ആളെയും വിളിക്കുന്നത് അപ്പൻ, അമ്മ, പപ്പ, മമ്മ, അങ്ങനെയാണ്. ചെറിയ പിള്ളേരല്ല, പിള്ളേർക്കൊന്നും ഇവന്റെ പിള്ളേർ വളരെ ചെറുതാണ്. അവർക്കൊന്നും അറിയില്ല ആക്ച്വലി ഇതില് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ അമ്മ അച്ഛൻ ഇതിന്റെ ഡിഫറൻസ് എന്താന്നൊക്കെ. സ്കൂളിൽ പോയി പിള്ളേർ പറയും വി ഗോട്ട് 2 ഡാഡീസ് ആൻഡ് 2 മാമീസ്. സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ഞങ്ങളെ അറിയാം. അപ്പൊ അത് ആ ഒരു ഹാപ്പിനെസ്, അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ഉണ്ടാവും. ഞങ്ങള് വീട്ടിലുള്ള അറ്റ്മോസ്ഫിയറിന്റെ ഒരു റിഫ്ലക്ഷൻ എന്തായാലും ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് വഴക്കില്ല എന്നല്ല കേട്ടോ. വഴക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള അടിയുണ്ട് വീടിനകത്ത്. ഞാനും ഷിറാസും ഞാനും ഫെമിയും ആണ് മെയിൻ. കോമൺ ഫാക്ടർ ഞാനായിരിക്കും എപ്പോഴും. പക്ഷെ ഫെമി ജിജു അവർ തമ്മിലൊരു വഴക്കില്ല. ഷിറാസ് ജിജു അവർ തമ്മിലൊരു വഴക്കില്ല. ഞാനൊരു കോമൺ ഫാക്ടറായിട്ട് എല്ലാവരും കൂടെ വഴക്കിൽ മുന്നിലുണ്ടാവും. അല്ല ഇപ്പൊ ഏജ് കൂടി വരില്ലേ, അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതില്ലാത്ത വീട് ഏതാണ് അല്ലേ. നമ്മളിപ്പോ സ്വന്തം രക്തത്തിന്റെ കൂടെ താമസിച്ചാലും അച്ഛൻ, അമ്മ, 2 മക്കൾ അവര് താമസിച്ചാൽ ആ വീടിനകത്ത് വഴക്കുണ്ടാവും. പക്ഷെ ആ വഴക്ക് ഒരിക്കലും അതിന്റെ ഒരു പരിധി വിട്ട് പോവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് രക്തബന്ധത്തിനെ കഴിഞ്ഞും കൂടുതലുള്ള റിലേഷനാണ് എല്ലാവരുമായിട്ടും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അത് തന്നെയാണ് അവരുടെ സപ്പോർട്ട് എന്ന് മാഷ് പറഞ്ഞില്ലേ. ഞാനത് കുറച്ചും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയണം. അവരുടെ സപ്പോർട്ടല്ല, അവര് ഞങ്ങളുടെ ഒരു പാർട്ടാണ്. സപ്പോർട്ടൊന്നുമല്ല, അവര് ഞങ്ങളൊരു ഭാഗമാണ്. ഞാൻ ചെന്നിപ്പോ എത്ര വഴക്കൂടിയിരിക്കുന്ന സമയത്തായാലും ഞാൻ ചെന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യും. അതാ പറഞ്ഞ അവര് നമ്മുടെ ഒരു ഭാഗമാണ്. ഉത്തരം കിട്ടി. കാരണം മാഷ് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് വീഡിയോ ചെയ്തത്. കാരണം വെളുപ്പിന് 4 മണിക്ക് എങ്ങാണ്ടാണ്. ഞാനതാ നോക്കുന്നത്, ഇത് വീടിന്റെ ഏത് ഭാഗത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത്. മെറീനയുടെ വീട്ടിലാണ് മാഷ് ഇരുന്നിട്ടാണ് ചെയ്തത്. എന്തോ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞോ, എന്തോ പ്രാക്ടീസ് എന്തോ കഴിഞ്ഞു വന്നിട്ട് സമയമില്ലാത്ത സമയത്ത് പെട്ടെന്ന് എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. പിന്നെ മാഷ് ഇവിടെ വന്ന് നിൽക്കുന്നത്, മാഷിന്റെ വൈഫ് കലാമണ്ഡലം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തയായ ഒരു നർത്തകിയാണ്. ടീച്ചർ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് കേട്ടോ മാഷ് ഞങ്ങളെ കൂടെ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ലൈഫ് മാത്രമല്ല, മാഷ ലൈഫിലായാലും അതുപോലെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയാണ് മാഷിന്റെ. എന്താ പറയാ, അവർ രണ്ടാളും കൂടി മാഷും ടീച്ചറും കൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കാണാൻ തന്നെ ഒരു ഭയങ്കര ഗ്രേസ്ഫുൾ ആണ് അവർ കളിക്കുന്നതും. അത്രയും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ശിഷ്യന്മാര് മാഷ്ക്കുണ്ട്.
സെലിബ്രിറ്റി ആക്ട്രസസും, ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല, പക്ഷെ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന നായകന്മാരൊക്കെ കുറേ ആൾക്കാർ മാസ്റ്റർ സ്റ്റുഡൻസ് ആണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മദീനയുടെ വീട്, ഞങ്ങളുടെ വീട് എന്നൊക്കെ പറഞ്ഞാൽ മാഷ്ക്ക് സ്വന്തം വീട് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടത്തിലുള്ള ഒരാളും കൂടി ഉണ്ട്, ഒരു വീഡിയോയും കൂടി ഉണ്ട്, അതുകൂടി കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ വീഡിയോ കൂടി കണ്ടാലോ, ആരാണെന്ന് നോക്കിയാലോ? മലയാളം പറയുന്ന ആളാണോ? മലയാളം പറയുന്ന ആളാ. ഓക്കെ. ഇംഗ്ലീഷ് പറയുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? പ്രിയ രാജുവളിയൻ ആൻഡ് ഷിറു, രാജുവളിയൻ എന്ന് ഞാൻ രാജംബായിനെ വിളിക്കാറ്. ഏത് വകയിലാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാലും ഞാൻ ചോദിക്കാനിരുന്ന പല ക്വസ്റ്റ്യൻസും ഇവിടെ പലരും ചോദിക്കാനിരിക്കണം. അതുകൊണ്ട് ഞാനൊന്ന് റൂട്ട് മാറ്റി പിടിക്കുകയാണ്. 10-ലധികം വർഷമായിട്ട് നിങ്ങൾ വളരെയധികം കലയോടും സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ നോർത്ത് അമേരിക്കയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മുടെ പുതിയ ജനറേഷൻ, ഈ യങ് തലമുറ, നോർത്ത് അമേരിക്കയിലെ പുതിയ തലമുറ നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ കലയോട് എത്ര ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തോരം പ്രതിബദ്ധത നിങ്ങളിൽ തോന്നിയിട്ടുണ്ട്? അതാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇത് കുഞ്ഞളിയൻ ജംസു, ഞങ്ങളുടെ ഒരു ഈ പറഞ്ഞ ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ടീമിൽ ഒരു ചങ്കാണ്. അതൊന്നും ഇങ്ങനെ നമ്മൾ പറഞ്ഞ വാക്കുകളെ കൊണ്ടൊന്നും പറഞ്ഞാൽ അതൊന്നും കംപ്ലീറ്റ് ആവില്ല. നമ്മൾ പറയില്ലേ, ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ ജംസൻ മിത്രാസിൽ വന്നത്, പിന്നെ ജംസനൊക്കെ കൂടെ ഉള്ളപ്പോ ഇല്ലേ നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാനത് ജംസൻ ചെയ്യുന്ന മേഖല പാട്ടാണ്. അതല്ല പറയണേ, പാട്ട് ജംസന്റെ ഒരു സ്ട്രോങ് ഏരിയ ആണ്. പക്ഷെ അത് ജംസന്റെ ഏരിയ ആണ്. അത് ജംസനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കറക്റ്റ് ആയിട്ട് പോയിക്കോളും. അതല്ലാതെ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ളതിലല്ലേ, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ളതിൽ ഒരു മനുഷ്യൻ തരുന്നൊരു സപ്പോർട്ടുണ്ട്. ഞാൻ അതിന്റെ കാര്യം പറയണേ. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ കുഞ്ഞളിയാന്ന് പറയുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിലെ ആൾക്കാരും ജംസന്റെ വീട്ടിലെ ഷിബി എന്നാണ് ഞങ്ങൾ വിളിക്കുക വൈഫിനെ. ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധമാണ് എല്ലാവരും ഫാമിലി ആയിട്ട്. ഇപ്പൊ ജംസന്റെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. ഞങ്ങള് അടികൂടുന്ന പോലെയൊന്നും ഗ്രൂപ്പില് എന്താ പറയാ, ഈ അമേരിക്കയിലല്ല, ലോകത്തെ എവിടെയും ഗ്രൂപ്പുകളിൽ അടി നടക്കണ്ടാവില്ല. ഞങ്ങളെ ഡയറക്ടേഴ്സ് ഗ്രൂപ്പിലുള്ള അടിയൊന്നും വേറെ എവിടെയും നടക്കണ്ടാവില്ല. പക്ഷെ അതിന്റെ ആ അടി കൂടുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾക്ക് അത്ര ഭയങ്കര കെയറാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര കെയറാണ്. അപ്പൊ അത് എന്ത് കാര്യം ഞാൻ ജംസനോട് പറഞ്ഞാലും, അത് ആരെ കുറിച്ചായാലും, അതുപോലെ ജംസൻ എൻ്റെ അടുത്ത് ആരെ കുറിച്ചായാലും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാലും, അത് ഭയങ്കര കോൺഫിഡൻസ്, അത് അവിടെ നിൽക്കും എന്നുള്ളത്. അത് ജംസനെ കുറിച്ച് പറയുമ്പോൾ. അതുപോലെ തന്നെയാണ് ഞങ്ങളെ കൂടെ മ്യൂസിക് ടീമിലെ ഡയറക്ടറായിട്ട് ശാലിനി ഉണ്ട്. അതുപോലെ ഡാൻസ് ടീമിലെ സ്മിത ഹരിദാസും പ്രവീണ മേനോനും. ഫൈനാൻസ് മൊത്തം നോക്കുന്നത് ശോഭയാണ്. ഫൈനാൻസ് അല്ല, ഈ സിംഗേഴ്സിന്റെ പ്രാക്ടീസിന്റെ അന്നുള്ള ഫുഡ് എല്ലാം കുക്ക് ചെയ്ത് അവർക്ക് കൊടുക്കുന്നതൊക്കെ ശോഭയാണ്. അവരുടെ വീട്ടിലാണ്. അതൊരു ഫാമിലി വാമത്തുള്ളതുകൊണ്ടാണ് അത് നടക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും ആരും അത് ചെയ്യില്ല. പിന്നെ ജംസൻ ചോദിച്ച ചോദ്യം എന്നെ കഴിഞ്ഞ മുതൽ ജംസനെ അറിയാം. ജംസനാണ് ഈ വർഷത്തെ ടീം സിംഗേഴ്സിനെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ നോക്കിയത്. അവര് കമ്മിറ്റഡ് ഒക്കെയാണ്. ഇപ്പം നമ്മുടെ മിത്രാസിൽ തന്നെ ഒരു ടീം ഗ്രൂപ്പ് ഡാൻസ് ചെയ്യാനുണ്ട്. അവരെല്ലാം കമ്മിറ്റഡ് ആണ്. പിന്നെ ഇപ്പൊ സിംഗേഴ്സിനകത്ത് തന്നെ, ലീഡ് സിംഗേഴ്സിനകത്ത് തന്നെ ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേരൊക്കെ ഉണ്ട്, അതിനകത്ത് പാടുന്നുണ്ട്. പക്ഷെ ടീൻസ് ഡാൻസ് ടീമിൽ എനിക്ക് തോന്നി 12-14 പേരുടെ ഒരു ടീമുണ്ട്. അവരുടെ ഒരു 2-3 പെർഫോമൻസസ് ഉണ്ട് പ്രോഗ്രാമിൽ. അത് കൂടാതെ ഓരോ ഡാൻസ് ടീമിന്റെയും കൂടെ ടീം പിള്ളേരാണ് വരുന്നത്. ഇപ്പൊ ജംസൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന്റെ കൂടെ വരുന്നത് ഒരു ഡാൻസ് സ്കൂളിലെ ടീമുകളാണ് കോറിയോഗ്രാഫി ചെയ്ത് ഡാൻസ് ചെയ്യുന്നത്. അതിലെല്ലാം ടീനേജേഴ്സ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇത്തവണ ഒരു 10-60 ടീൻ പിള്ളേര് സ്റ്റേജിലുണ്ട്. അവരെല്ലാം കമ്മിറ്റഡ് ആണ്. അത്രയും ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് നമുക്ക് അത്രയും കമ്മിറ്റ്മെന്റ് നമ്മുടെ സൈഡിൽ നിന്നുണ്ടാവും. അതല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് അത് കിട്ടണം ഇത് കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ടപ്പോൾ അതിനനുസരിച്ച് കമ്മിറ്റ്മെന്റേ ഉണ്ടാവും. ഇപ്പം ഈ പറഞ്ഞ ഡയറക്ടേഴ്സിന്റെ ആൾക്കാരും അതുപോലെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ ഇല്ലേ, അവർക്കൊക്കെ ഓൾറെഡി ഇഷ്ടംപോലെ പ്രോഗ്രാം ഉള്ളതാണ്.
ആർട്ടിനോടുള്ള അല്ലെങ്കിൽ അവര് ഉപാസിക്കുന്ന കലയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് അവരെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നതും. അതുകൊണ്ടാണ് അവരൊക്കെ ഇത്രയും മൈൽസ് ഡ്രൈവ് ചെയ്ത് വെളുപ്പം കാലത്ത് പ്രോഗ്രാമിന് വരുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ. ഇനി അടുത്ത ഫ്യൂച്ചറിൽ എന്താണ് പരിപാടി? മിത്രാസ് എങ്ങോട്ട് പോകാനാണ് നോക്കുന്നത്? വേറെ ഏത് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, അതോ നമ്മുടെ ന്യൂജേഴ്സി തന്നെയാണോ ചെയ്യാൻ പോകുന്നത്, അതോ നമുക്ക് ഓൾ USA നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? നമ്മൾ ഓൾറെഡി 2014 തുടങ്ങിയ വർഷം തന്നെ ബോസ്റ്റണിൽ പോയി ചെയ്തതാണ്. പിന്നെ ഒരിക്കൽ ന്യൂയോർക്കിൽ ചെയ്തതാണ്. ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഹഡിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ്. അപ്പൊ ആ എല്ലാ കാര്യങ്ങളും കൊണ്ടുണ്ട്. അപ്പൊ അത് ഇതിന്റെ ഒരു അഫോർഡബിലിറ്റി ഉണ്ട്. അല്ല, നമ്മൾ ചെന്ന് ചെയ്യുന്ന സ്ഥലത്ത് ഇത് അവർക്ക് അഫോർഡബിൾ ആവോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് പിന്നെ ഇതൊരു വലിയ ടീമാണ്. ആ ടീമിനെ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരെയും കൊണ്ട് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. ആഗ്രഹമുണ്ട്. നല്ലൊരു ബാനറില്, അതായത് നല്ലൊരു സ്പോൺസറിന്റെ കീഴില്, ബാനർ എന്ന് പറഞ്ഞാൽ മിത്രാസിന്റെ ഷോ തന്നെ, പക്ഷെ നല്ലൊരു സ്പോൺസറിന്റെ കൂടെ നമുക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്തുകൂടായികയില്ല. പക്ഷെ പ്രതീക്ഷിക്കാം. ഓഫ് കോഴ്സ് ഇത് കുറെ ഈ കാലിഫോർണിയെന്നും അതല്ലെങ്കിൽ ഈവൻ ഫിലഡൽഫിയ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ചിലർ ഇതിന്റെ ഒരു എന്താ പറയാ, നമ്മുടെ ബ്രാൻഡ് യൂസ് ചെയ്തിട്ട് ഞങ്ങളൊരു മിത്രാസ് ഫെസ്റ്റിവൽ ഇന്ന സ്ഥലത്ത് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുവരെ അങ്ങനെ നമ്മൾ ആരുടെ അടുത്തും യെസ് പറഞ്ഞിട്ടില്ല. കാരണം ഇതിനൊരു ആത്മാവുണ്ട്, ഒരു സോളുണ്ട്. അത് നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ആ ഒരു ആത്മാവുള്ളത്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം, ആ ഒരു ഫയർ ഉള്ളിടത്തോളം കാലം മിത്രാസ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നമ്മുടെ മലയാള കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് എത്രമാത്രം സപ്പോർട്ട് അതിന് വേണ്ടി കിട്ടുന്നുണ്ട്? ഒരുപാട്, തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ 2014 നമ്മളിത് തുടങ്ങുമ്പോൾ ഞാനിത് ഫ്രാങ്കോ അഗൈൻ, എനിക്ക് ഒറ്റ ആൾക്കാരെ അറിയില്ലായിരുന്നു. അപ്പൊ ഫ്രാങ്കോ വന്ന് ഞങ്ങളോട് പറഞ്ഞ ഒരു ഉപദേശമുണ്ട്, ഡൂസ് ആൻഡ് ഡു നോട്ട്സ്. ഈ ആൾക്കാര് നമുക്ക് പറ്റുന്ന ആൾക്കാരല്ല. കാരണം ഫ്രാങ്കോ അമേരിക്കയിൽ വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. ഞങ്ങളിൽ കൂടി അല്ല ഫ്രാങ്കോ വന്നിട്ടില്ല. അതിന് മുമ്പ് ഒരുപാട് വർഷങ്ങൾ മുമ്പ് ഫ്രാങ്കോ ഇവിടെ വന്നിട്ടുണ്ട് ഷോയില്. അപ്പൊ ഫ്രാങ്കോനെ അറിയാം ഇവിടെയുള്ള ചില ആൾക്കാരുടെ അടുത്ത് ഇത് വേണ്ട, ഇത് വേണം, നല്ലതാണ്. അങ്ങനെ പറഞ്ഞ ഒരാളാണ് ദിലീപ് വർഗീസ്, ദിലീപ് അങ്കിൾ. അപ്പൊ അന്ന് എനിക്കും ഷെറാസിനും ദിലീപ് വർഗീസിനും അറിയില്ല. അപ്പൊ ഫ്രാങ്കോ എന്നോട് പറയണതും ഇങ്ങനെ ന്യൂജേഴ്സിയിൽ ദിലീപ് എന്ന് പറഞ്ഞൊരു ആളുണ്ടെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ദിലീപ് ഫ്രാങ്കോന്റെ ഏജാണ്. ഫ്രാങ്കോന്റെ കൂട്ടുകാരൻ ഒരു ദിലീപ് ഉണ്ട്. അപ്പൊ ഞാൻ ഫ്രാങ്കോനോട് അന്ന് ചോദിച്ചത്, എന്തിനാ ഞാൻ ദിലീപിനെ പോയി കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് ഫ്രാങ്കോ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ദിലീപേട്ടെന്ന് വിളിക്കുക, ദിലീപേട്ടനെ പോയി കാണുന്നത്. പക്ഷെ അത് അദ്ദേഹത്തിനായിട്ട് ഫോണിൽ സംസാരിക്കുമ്പോഴും എനിക്കറിയില്ലായിരുന്നു ആളുടെ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിലെ ആളുടെ ഒരു സ്വാധീനം ഒന്നും അറിയില്ല. വളരെ ഇന്നസെന്റ് ആയിട്ടാണ് നമ്മൾ ആളെ കാണാൻ പോണതും കണ്ട് സംസാരം. അപ്പൊ അന്ന് മുതലേ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിലീപേട്ടൻ, അനിയൻ ജോർജ്, അതുപോലെ തന്നെ പോൾ കറുകപ്പള്ളി, ഇവരെയൊക്കെയാണ് നമ്മൾ ആദ്യം പോയി കാണുന്നത്. മറ്റുള്ളവരെ നമുക്ക് അറിയില്ലായിരുന്നു. പിന്നീടൊക്കെ ബാക്കിയുള്ളവരൊക്കെ പിന്നീട് വന്നതാണ്. മധു, പിന്നെ നമ്മുടെ സുനില്, ഇവരൊക്കെ നമ്മുടെ ആദ്യകാലം മുതലേ നമ്മുടെ കൂടുതൽ ആൾക്കാരാണ്. അപ്പം അവരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതൊരു ഭയങ്കര കാര്യമല്ല. അതൊരു ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം അതാണ്. തുടക്കം മുതലേ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയിരുന്ന അവരൊക്കെ തന്നിരുന്ന സപ്പോർട്ട് അവരിപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് അതിന്റെ കൂടെ ശത്രുക്കളുണ്ട്. പക്ഷെ അവരും ഇതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടൊരു എനർജിയാണ്. കാരണം അവര് നമ്മളെ കുറിച്ച് മോശം പറയുമ്പോഴാണ് അതും ഒരു ഗ്രോത്ത് ആണ്, അല്ലേ? നമ്മുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം നെഗറ്റീവ് കമന്റ്സ് ഒന്നും, ഒരിക്കൽ മിത്രാസിന്റെ ബാക്ക് സ്റ്റേജിൽ എന്തോ ഒരു ചെറിയ കാര്യം നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഗോസിപ്പൊക്കെ ഇറക്കാൻ നോക്കി. അതിനെ സ്ക്രീൻഷോട്ട് ആയിട്ടും ഇതൊക്കെ ആൾക്കാർ അതിനെ യൂസ് ചെയ്യാൻ നോക്കി. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു ആത്മാവുള്ളൊരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതിൽ വരുന്ന ഞങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഒരേ മനസ്സാണ്. അപ്പൊ അവർക്കൊന്നും അതൊരു വിഷയമല്ല. അവർ പറഞ്ഞു, രാജൻ അടുത്ത സീസൺ അനൗൺസ് ചെയ്യൂ, അടുത്ത പ്രോഗ്രാം അനൗൺസ് ചെയ്യൂ. അപ്പൊ രാജന് അറിയാം ഞങ്ങളൊക്കെ എത്രമാത്രം ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പൊ അതിന് ഒരുപാൾ പോലും മാറാതെ എല്ലാവരും വീണ്ടും ഒരുമിച്ച് വരികയാണ്. അപ്പൊ പിന്നെ അങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നവരുടെ അപ്പം നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എന്താണ് അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്? പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ വർഷം പറയുന്ന പോലെ തന്നെ ജൂൺ 8 തീയതിയാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പം എല്ലാവരും വരണം. ഇത് ഈ വർഷത്തെ ഒരു ട്രാവലോഗാണ്. കന്യാകുമാരി മുതൽ അല്ലെങ്കിൽ കേരളം മുതൽ കശ്മീർ വരെയുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ നിങ്ങളും ഞങ്ങളെ കൂടെ വേണം.
ജയ് ഷോയും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ തുടക്കം മുതലേ ഉള്ളതാണ് അല്ലേ. ഇതിന്റെ 100th എപ്പിസോഡൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങളും ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. നമ്മളെ വിളിച്ചതിനും ഇവിടെ കൊണ്ടുവന്നതിനും ഇത്തരത്തിലൊരു പ്രോഗ്രാമിന്റെ ഭാഗമാക്കിയതിനും ഒരുപാട് താങ്ക് യു. ഞാനാണ് താങ്ക് യു പറയുന്നത്. ചെറിയ ഷോയിലേക്ക് നിങ്ങൾ വന്നതിന് ഒരു ഷോയും ചെറുതും വലുതല്ല. എല്ലാവരും അവരുടെ ഏറ്റവും ഫുൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടെ ഞാൻ വരാൻ കാരണം എന്താ, ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ, ഞങ്ങൾ രണ്ടാളും വന്ന് ഇതുപോലെ ഇതിന് സീസൺ 2 വന്നിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും ബഹുമാനിക്കുന്ന വ്യക്തികളാണ് നിങ്ങളൊക്കെ. അപ്പൊ നിങ്ങളൊരു കാര്യത്തിന് വിളിക്കുമ്പോൾ അത് നമ്മുടെ ഒരു സന്തോഷമാണ് ഇവിടെ വരിക എന്നുള്ളതും. പിന്നെ എന്തായാലും നിങ്ങൾ എത്രയോ വർഷമായി ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ജയ് ഷോയ്ക്ക് എല്ലാവിധ വിശ്വാസം. താങ്ക് യു. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞ പോലെ അന്ന് അവിടെ ഉണ്ടാവണം, എല്ലാവരും ഉണ്ടാവും, നമുക്ക് അടിച്ചു പൊളിക്കണം. താങ്ക് യു സോ മച്ച്. അപ്പം അടുത്തൊരു എപ്പിസോഡിലേക്ക് നമുക്ക് വേറൊരു അതിഥിയുമായി വരാം. അതുവരെ